See, Cochin is my place. Be good to her, she will receive you well. But don't try to spoil her. Got my point? Yes, sir. Freddy, here is something for you. Thank you. Enjoy with all. Right? Oh, it is time. Right? Okay. Bye. See you. Okay. Okay? Bye. Wait, let me open. Hurry up. എല്ലാം കണ്ടോ മോൻ? Come on, let's go. നീ ഓടിച്ചോ? Hey, what is this? Yes, 3 days. ഒരു വക കഴിച്ചിട്ടില്ലെന്നേ. പോർട്ട് ബ്ലെയർ ക്രോസ് ചെയ്തപ്പോൾ തുടങ്ങിയതാ കാറ്റ്. സീ പെട്ടെന്ന് റഫായി. എന്റെ ഇത്രയും കാലത്ത് സർവീസ് ഇടയ്ക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. വി വർ ആക്ച്വലി റോളിംഗ് ഇൻ ദി സീ. ഒരു വക കഴിക്കാൻ വയ്യ. കഴിച്ചാൽ അപ്പൊ ഛർദിക്കും. ഇറ്റ് വാസ് ടെറിബിൾ. നൈസ്. ഈ അവിയൽ അസലായിരിക്കുന്നല്ലോ. ആരാ വെച്ചത്, നീയാണോ? അല്ല, ശങ്കരേട്ടനാ. ആണോ? സത്യത്തിൽ രുചി അറിഞ്ഞ് വല്ലതും കഴിക്കുന്നത് വീട്ടിൽ വരുമ്പോഴാണ്. അവിടെ ഈ ടിൻഡ് ഫുഡ് കഴിച്ച് മടുത്തു. നമ്മുടെ അവിയലിന്റെയും പുഴുക്കിന്റെയും 4 അയലത്ത് വരുമോ ശങ്കര ഇവരുണ്ടാക്കുന്ന മറ്റെന്തും? എവിടുന്ന് വരാനാ സാറേ? പിന്നെ മകന്റെ കാര്യം എന്തായി? ഓ, അതൊന്നും പറയണ്ട സാറേ. അവൻ ഗുണപ്പെട്ട് വരുന്ന ലക്ഷണമൊന്നുമില്ല. ഇത്തവണയും തോറ്റിരിക്കുക. പഠിക്കാൻ വേണ്ടി അവനെ വല്ല ജോലിക്കും ഉണ്ടാക്കും. അത് സാറൊന്ന് മനസ്സ് വെച്ചാ. What happened to you? എന്താ ഒന്നും കഴിക്കാത്ത? കഴിക്കുമോനെ? എന്താ അവൻ കഴിക്കാത്ത? ഒന്നുമില്ല. ദിവസവും ടേബിളിൽ എണ്ണ ബിജു ഉണ്ണാറ്. അങ്കിൾ വന്നാ അങ്ങനെ ചെയ്യില്ല എന്ന് വാക്ക് തന്ന ആളാ. ഷെയിം ബിജു, ചീത്തക്കുട്ടിയായില്ലേ? കഴിക്കും. ബിജുവിനിപ്പോ എന്താ വേണ്ടേ? മേശപ്പുറത്തിരുന്ന് ഊണ് കഴിക്കും, അത്രയല്ലേ ഉള്ളൂ. Agreed. Come on. അറ്റ്ലീസ്റ്റ് ഇരിക്കുന്നിടത്തുനിന്ന് മുകളിലേക്ക് പോകണമെന്നല്ലേ അവൻ പറഞ്ഞുള്ളൂ. ദാറ്റ് സ്പിരിറ്റ് ഈസ് ഗുഡ്. കം ഓൺ ബോയ്, ഇനി സ്മാർട്ട് ആയിട്ട് കൂടെ കഴിച്ചേ. എവിടെ നോക്കട്ടെ? അതെ, വാ. ഇങ്ങനെ വൈൻഡ് ചെയ്ത് വിടാം. സ്മാർട്ട് ബോയ്. ഇവന്റെ ചിരിയും കളിയും കാണാൻ ചേച്ചി ഇല്ലാതെ പോയല്ലോ. തനിക്ക് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. വെരി നൈസ്. ഇതും നന്നായിട്ടുണ്ട്. അത് ശാരദയ്ക്ക് കൊണ്ടുവന്നായിരുന്നു. എന്താ അമ്മു? ശാരദ ചേച്ചി മോനും വരുന്നുണ്ട്. ഒന്ന് വേഗം കേറി വാടാ. അവന്റെ ഒരു നടത്തം. വാ. ചേച്ചി, മോനും ബിജു. ചേച്ചി തനിച്ചേ ഉള്ളോ? പിന്നല്ലാണ്ട്. അല്ല ചേട്ടൻ. ഇറ്റ്സ് എ ക്ലോസ് ചാപ്റ്റർ. നിനക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലേ? ഒരു ചേട്ടൻ
അത് പണ്ടേ അറിയാവുന്ന എന്തെങ്കിലും ആർത്തു മുറിച്ച് കളയേണ്ടി വരുന്നു. പിന്നെന്താ ഇത്രയും വൈകല്യമുള്ള മനപ്രയാസം? ഭർത്താവ് എന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ലേ? ആ പണി പണ്ടും ചേച്ചിക്കില്ല. പിന്നെന്താ ഇതാ ഇവനെ ഓർത്തിട്ടാ? എടാ നാൻ കടിക്കാതടാ. 100 തവണ പറഞ്ഞിട്ടുണ്ട് നാൻ കടിക്കരുതെന്ന്. വേണ്ടാത്ത സകല സ്വഭാവം പഠിച്ചു വെച്ചിട്ടുണ്ട് ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന്. മടുത്തു. കൊതിയും മതിയും തീർന്നു. എന്റെ ലൈഫ് വെച്ച് കമ്പയർ ചെയ്യുമ്പോ നീയൊക്കെ എന്ത് ഭാഗ്യം ചെയ്തവളാ. ആരെപ്പോഴും സ്ഥലത്തുണ്ടാവില്ലെന്നല്ലാതെ വേറെ ഒരു കുഴപ്പം നീ അറിഞ്ഞിട്ടില്ലല്ലോ. ഷോ, ഇത് ഇത്രയും നാള് ഞാൻ പിടിച്ചു നിന്നതിൽ നീ എനിക്കൊരു സമ്മാനം തരണം. ചേച്ചി എന്തൊക്കെ തന്നെ ആയാലും ഓ, ഉപദേശിക്കാനുള്ള പുറപ്പാടാവും. എന്തൊക്കെ തന്നെ ആയാലും നമ്മൾ പെണ്ണുങ്ങളല്ലേ, കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കണ്ടേ, കഴിയുന്നത്രയും അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. എനിക്ക് മനസ്സില്ല, അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുള്ളടുത്ത് വിശ്വാസം ഉണ്ടാവും. അത് രണ്ടും ഇല്ലാത്തടത്ത് ഞാൻ പിന്നെ എന്തിനാ ഒരു അടിമയെ പോലെ എല്ലാം കടിച്ചിറക്കി നിൽക്കണം? നെവർ. അവർക്ക് എന്ത് ഫ്രീഡം വേണമെങ്കിലും ആവാം. ആണുങ്ങളല്ലേ, ആണുങ്ങൾക്ക് എന്താ കൊമ്പുണ്ടോ? എന്നെ ബഹുമാനിക്കാൻ മനസ്സില്ലാത്ത ഒരാളുടെ മേൽവിലാസം എനിക്ക് വേണ്ട. ഞാൻ അനുഭവിച്ച കഷ്ടമുണ്ടല്ലോ, അതാർക്കും മനസ്സിലാവില്ല. എടോ, അത് വലിച്ചു പൊട്ടിക്കാതടാ. എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കൊടുത്താ അതപ്പ പൊട്ടിക്കും. ചേച്ചി കുളിച്ചൊന്ന് ഫ്രഷ് ആവും. കുറച്ച് കഴിയട്ടെ. വല്ലാത്ത ക്ഷീണം, എനിക്കിത് കിടക്കണം. അല്ല മോളെ, എന്റെ കാര്യങ്ങൾ പറയുന്നതിനിടയ്ക്ക് നിന്റെ കാര്യം ചോദിക്കാൻ മറന്നു. സുഖല്ലേ? നാളെ കത്തൊക്കെ വരാറുണ്ടോ? ഉവ്വ്. ഞാനൊന്ന് കിടക്കട്ടെ. ശരി. ദേ വീട് കാണിക്കരുത്. അമ്മോ, ശങ്കരേട്ടാ, എന്തോ ഒന്നിങ്ങോട്ട് വന്നേ. ദാ ഇതൊക്കെ എടുത്ത് അകത്ത് വെക്കേ. അമ്മോ, ഇതോടെ എടുത്ത് വെച്ചേ. വാ മോനെ. മതി, എന്റെ വയറ് നിറഞ്ഞു. ഇനിയും കഴിച്ചാൽ പൊട്ടിപ്പോവും. പൊട്ടിപ്പോയാലേ ആന്റി തുന്നിത്തരാം. Now Biju is a very nice boy. ആ പെണ്ണെവിടെ പോയി? ദാ വരുന്നു. ഇനി നിന്റെ അടുത്ത് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ചോദിച്ചിട്ട് എത്ര നേരമായി? ചൂടാക്കുമായിരുന്നു. എടാ, നിനക്ക് താഴെ ഇറങ്ങിയിരുന്ന ആഹാരം കഴിച്ചൂടെ? കേക്കെ, നീ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് അവനെ വഷളാക്കും. അമ്മയും അച്ഛനും എപ്പോഴും ദേഷ്യ, അനങ്ങിയ ചീത്ത പറയും. എനിക്കിഷ്ടല്ല. ആഹാ, അങ്ങനെ പറയില്ലേ. മോന്റെ അച്ഛനമ്മയല്ലേ. കേക്കെ,